പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടുകൂടി കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചിരിക്കുകയാണ്. തങ്ങളുടെ പാർട്ടിയും മുന്നണിയും ഇത്തരത്തിൽ ആധികാരികമായ വിജയം നേടുമെന്നുള്ള അവകാശവാദവുമായി രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും പ്രതിനിധികളും മാധ്യമങ്ങളിലടക്കം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യധാരാ വാർത്താ മാധ്യമങ്ങൾ 140 നിയോജക മണ്ഡലങ്ങളിലെ തങ്ങളുടേതായ വിലയിരുത്തലുകളുമായും ഈ ഘട്ടത്തിൽ രംഗത്തെത്തുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും ആധികാരികമായ രാഷ്ട്രീയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു എന്നതിൻ്റെ പെരുമ സ്വയം നേടിയെടുത്തിട്ടുള്ള നേതാവാണ് പ്രതിപക്ഷ നേതാവും UDFിൻ്റെ ക്യാപ്റ്റനുമായിട്ടുള്ള VD സതീശൻ. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും VD സതീശൻ്റെ അവകാശവാദങ്ങൾ അപ്പടി ശരിയായി എന്നതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ സതീശൻ വീഴ്വാക്ക് പറയാറില്ല എന്നൊരു ഭീതി എതിരാളികൾക്കും രാഷ്ട്രീയ എതിരാളികൾക്കും കൃത്യമായിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ തൻ്റെ മണ്ഡലത്തിലെ റോഡ് ഷോയ്ക്കിടെ താൻ അവകാശപ്പെട്ടതുപോലെ 100 സീറ്റിലധികം നേടി UDF അധികാരത്തിലെത്തിയില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകുമെന്ന് നേരത്തെ പറഞ്ഞ പ്രഖ്യാപനത്തിൽ ഇന്നും ഉറച്ചു നിൽക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അത് UDF കേന്ദ്രങ്ങളുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി UDF എത്തരത്തിൽ ആധികാരികമായ വിജയം നേടും, സീറ്റ് കണക്കുകൾ എത്രയൊക്കെയാകുമെന്നുള്ള കൃത്യമായ ചില സൂചനകളും പ്രതിപക്ഷ നേതാവ് നൽകിയിട്ടുണ്ട്. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് VD സതീശൻ തൻ്റെ കണക്കുകൂട്ടലുകൾ പങ്കുവച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് കേരളത്തിലെ 4 ജില്ലകളിൽ UDF സമ്പൂർണ്ണ വിജയം നേടുമെന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യാശ. ഈ 4 ജില്ലകൾ ഏതൊക്കെയാണ് എന്ന് നാം പരിശോധിക്കുമ്പോൾ VD സതീശൻ പറയുന്നതനുസരിച്ച് മലപ്പുറം, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലായിരിക്കും UDFന് സമ്പൂർണ്ണ വിജയം നേടുവാൻ കഴിയുക. ഈ 4 ജില്ലകളിൽ നിന്നായി ആകെയുള്ളത് 40 നിയമസഭാ സീറ്റുകളാണ്. 40-ൽ 40 പിടിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ VD സതീശൻ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇനി ഓരോ ജില്ലകളിലെയും സതീശൻ്റെ പ്രതീക്ഷകളും ആ ജില്ലകളിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്നുള്ളതും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. VD സതീശൻ 100% വിജയം നേടുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ആദ്യ ജില്ല എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം നിയമസഭാ സീറ്റുകളുള്ള ജില്ലയും മലപ്പുറമാണ്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും കേരള രാഷ്ട്രീയത്തിൽ കേരള നിയമസഭയിലേക്ക് UDFന് ഏറ്റവും അധികം സീറ്റുകൾ സമ്മാനിക്കുന്ന ജില്ല കൂടിയാണ് മലപ്പുറം. 2021 ഇടതു കൊടുങ്കാറ്റിനിടയിലും മലപ്പുറം ജില്ലയിലെ ആകെയുള്ള 16 സീറ്റുകളിൽ 12 എണ്ണവും വിജയിക്കുവാൻ UDFന് സാധിച്ചിരുന്നു. UDFനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ ആഴത്തിലുള്ള സംഘടനാ സംവിധാനത്തിൻ്റെ കരുത്താണ് മലപ്പുറം ജില്ലയിലെ UDFൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഇവിടെ കൈവിട്ടു പോയിട്ടുള്ളത് പൊന്നാനി, തവനൂർ, താനൂർ, നിലമ്പൂർ എന്നീ നിയോജക മണ്ഡലങ്ങളായിരുന്നു. എന്നാൽ നിലമ്പൂരിൽ നിന്ന് ഇടതു സ്വതന്ത്രനായി വിജയിച്ച PV അൻവർ പിന്നീട് പിണറായി വിജയനോട് തെറ്റിപ്പിരിഞ്ഞ് MLA പദവി രാജിവെച്ചതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഈ നിയോജക മണ്ഡലം ഇടതുമുന്നണിയിൽ നിന്ന് തിരികെ പിടിക്കുവാനും UDFന് സാധിച്ചിരുന്നു. അതിനാൽ തന്നെ മലപ്പുറം ജില്ലയിലെ 16-ൽ 16 സീറ്റുകളും നേടുമെന്നുള്ള ആത്മവിശ്വാസം VD സതീശൻ പ്രകടിപ്പിക്കുമ്പോൾ അത് വെറുതെ ആവില്ല എന്ന് നമുക്ക് ഉറച്ചു പറയുവാൻ സാധിക്കും. UDFനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലെ 15 സീറ്റുകളിൽ അവർക്ക് വിജയിക്കുവാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. KT ജലീൽ ഇത്തവണ തവനൂരിലും അതുപോലെ തന്നെ മന്ത്രിയായ V അബ്ദുറഹ്മാൻ താനൂരിലും പരാജയപ്പെടുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. LDFന് നേരിയ പ്രതീക്ഷയെങ്കിലും വെച്ചു പുലർത്തുന്നത് പൊന്നാനി നിയോജക മണ്ഡലത്തിലാണ്. ഏറ്റവും പ്രതികൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പോലും LDFന് വിജയിച്ച് കയറുവാൻ കഴിയുന്ന പൊന്നാനിയിൽ ഇത്തവണ വളരെ കൃത്യതയുള്ള സ്ഥാനാർത്ഥി നിർണയത്തോടുകൂടി കോൺഗ്രസ് കേന്ദ്രങ്ങൾ തങ്ങൾ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അവരെ തെല്ലൊന്നുമല്ല അലട്ടുന്നത് എന്നതും യാഥാർത്ഥ്യമാണ്. പൊന്നാനിയിൽ ഇത്തവണ UDF KP നൗഷാദ് അലിയെ കളത്തിലിറക്കുമ്പോൾ LDF കളത്തിലിറക്കിയിരിക്കുന്നത് VA സക്കീർ എന്ന നേതാവിനെയാണ്. അവരുടെ സിറ്റിംഗ് MLAയെ മാറ്റിക്കൊണ്ടാണ് പുതിയൊരു സ്ഥാനാർത്ഥിയെ ഇടതുമുന്നണി ഇവിടെ പരീക്ഷിക്കുന്നത്. മറ്റു മണ്ഡലങ്ങളിൽ UDF ആധികാരികമായിട്ടുള്ള വിജയം ഉറപ്പിച്ചിട്ടുണ്ട്. 2025 ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനെ കളത്തിലിറക്കി UDF കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി പിടിച്ചടക്കിയ നിലമ്പൂർ ഉൾപ്പെടെ മലപ്പുറം ജില്ലയിലെ 15 സീറ്റുകളിൽ ഏറെക്കുറെ ഈ ഘട്ടത്തിൽ തന്നെ UDF വിജയം ഉറപ്പാക്കിയിട്ടുണ്ട്. പൊന്നാനിയിലും രാഷ്ട്രീയ അട്ടിമറി സംഭവിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ഇനി പ്രതിപക്ഷ നേതാവ് രണ്ടാമതായി പറഞ്ഞിട്ടുള്ള ജില്ലയായ എറണാകുളത്തേക്ക് വന്നാൽ എറണാകുളം ജില്ലയിൽ ആകെയുള്ളത് 14 നിയമസഭാ മണ്ഡലങ്ങളാണ്. എല്ലാ കാലത്തും മലപ്പുറം കഴിഞ്ഞാൽ UDFൻ്റെ ഏറ്റവും ഉറച്ച രാഷ്ട്രീയ കോട്ടയായി വിശേഷിപ്പിക്കാവുന്ന ഒരു ജില്ല കൂടിയാണ് എറണാകുളം. എറണാകുളം ജില്ലയിലെ 14 നിയമസഭാ സീറ്റുകളിൽ 2021 ഇടത് കൊടുങ്കാറ്റ് ആഞ്ഞുവീശിയ രണ്ടാം പിണറായി സർക്കാരിൻ്റെ രൂപീകരണത്തിന് സാഹചര്യമൊരുക്കിയ തെരഞ്ഞെടുപ്പിൽ പോലും 9 സീറ്റുകൾ നേടുവാൻ UDFന് കഴിഞ്ഞിരുന്നു. 5 സീറ്റുകളാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ LDF നേടിയത്. ഇതിൽ ആദ്യത്തെ സീറ്റ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും അവരുടെ കുത്തകയായിട്ടുള്ള വൈപ്പിൻ സീറ്റാണ്. രണ്ടാമത്തേത് കൊച്ചി സീറ്റാണ്. 2016-ലും 2021-ലും തുടർച്ചയായി കൊച്ചിയിൽ നിന്ന് വിജയം നേടുവാൻ LDFന് സാധിച്ചിട്ടുണ്ട്.
മൂന്നാമത്തെ സീറ്റ് എന്ന് പറയുന്നത് കോതമംഗലമാണ്. 2016-ലും 2021-ലും LDF കൊച്ചി പോലെ തന്നെ തുടർച്ചയായി വിജയിച്ചു കയറിയ മണ്ഡലമാണ് കോതമംഗലം. അതുപോലെ 2021-ൽ UDFന് കനത്ത ആഘാതം സമ്മാനിച്ച ഒരു നിയോജക മണ്ഡലമായിരുന്നു കളമശ്ശേരി. കളമശ്ശേരിയിൽ ഇപ്പോൾ വിജയിച്ചിരിക്കുന്ന ജനപ്രതിനിധി എന്ന് പറയുന്നത് പിണറായി സർക്കാരിലെ വ്യവസായ മന്ത്രിയായിട്ടുള്ള P. രാജീവാണ്. ഏറ്റവും ഒടുവിലായി അവരുടെ 5ാമത്തെ സീറ്റ് എന്ന് പറയുന്നത് ജില്ലയിലെ സംവരണ മണ്ഡലമായിട്ടുള്ള കുന്നത്തുനാടാണ്. 2020യുടെ സാന്നിധ്യമാണ് കുന്നത്തുനാട് നിയോജക മണ്ഡലം UDFന് 2021-ൽ പരാജയം രുചിപ്പിച്ചത് എന്നതും വസ്തുതയാണ്. നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വൈപ്പിനിലടക്കം വലിയ രാഷ്ട്രീയ മാറ്റമാണ് UDF പ്രതീക്ഷിക്കുന്നത്. വൈപ്പിൻ നിയോജക മണ്ഡലത്തിൽ സിറ്റിംഗ് MLAയെ തൃപ്പൂണിത്തറയിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ LDF കളത്തിലിറക്കിയത് കൃത്യമായ പരാജയ ഭീതിയുടെ അടിസ്ഥാനത്തിലാണ്. സിറ്റിംഗ് MLA ആയിട്ടുള്ള ഉണ്ണികൃഷ്ണനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക അപവാദ ആരോപണങ്ങൾ തങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന ഭയത്തിലാണ് ഇത്തരമൊരു മാറ്റത്തിന് LDF നിർബന്ധിതമായത്. ഇനി കൊച്ചിയിലേക്കെത്തിയാൽ 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MLA ആയ KJ മാക്സി LDFന് വേണ്ടി കളത്തിലിറങ്ങുമ്പോൾ എറണാകുളം ജില്ലയുടെ DCC അധ്യക്ഷനായിട്ടുള്ള മുഹമ്മദ് ഷിയാസിനെയാണ് ഇവിടെ UDF കളത്തിലിറക്കുന്നത്. മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിൻ്റെ സംഘടനാ സംവിധാനമാണ് UDFന് കരുത്തു പകരുന്നതെങ്കിൽ എറണാകുളം ജില്ലയിൽ അത് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനമാണ്. ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെ ചടുലമായി ജില്ലയിൽ ചലിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച DCC അധ്യക്ഷനെന്ന ഖ്യാതി നേടിയ മുഹമ്മദ് ഷിയാസ് കൊച്ചിയിലെത്തുമ്പോൾ UDFന് വേണ്ടി മത്സരരംഗത്തിറങ്ങുമ്പോൾ ഇവിടെയും UDF വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നതും വസ്തുതയാണ്. അതുപോലെ കളമശ്ശേരി മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഇത്തവണ വിജയം നേടേണ്ടതും P. രാജീവിനെ പരാജയപ്പെടുത്തേണ്ടതും ലീഗിൻ്റെ അഭിമാന വിഷയമാണ്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയായിരുന്ന ആ നിയോജക മണ്ഡലത്തിലെ സിറ്റിംഗ് MLA ആയിരുന്ന നേതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ അദ്ദേഹത്തിൻ്റെ മകനെയാണ് അവിടെ കളത്തിലിറക്കിയത്. പാലാരിവട്ടം പാലം തകർന്നതിൻ്റെ പേരിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ VK ഇബ്രാഹിം കുഞ്ഞ് MLAയുടെ പ്രതിച്ഛായയ്ക്ക് പരിക്കേൽപ്പിച്ചു എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇബ്രാഹിം കുഞ്ഞിനെ മാറ്റി നിർത്തി അദ്ദേഹത്തിൻ്റെ മകനായ അബ്ദുൾ ഗഫൂറിനെ അന്ന് കളത്തിലിറക്കിയത്. എന്നിരുന്നാൽ പോലും LDFയുടെ അട്ടിമറി വിജയം ആധികാരികമായ ഒരു ഭൂരിപക്ഷത്തോടു കൂടിയാണ് നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനെ ലീഗ് ഒരിക്കൽ കൂടി കളത്തിലിറക്കുമ്പോൾ ഇവിടെയും അവർ വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇനി 4ാമത്തെ മണ്ഡലമായിട്ടുള്ള കുന്നത്തുനാട്ടിലേക്ക് എത്തുമ്പോൾ ഇതൊരു സംവരണ മണ്ഡലമായിരുന്നു. ഇവിടെ 2 വട്ടം വിജയിച്ചു കയറിയത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിരുന്ന VP സജീന്ദ്രനായിരുന്നു. ഇത് 2011-ലും 2016-ലുമായിരുന്നു. എന്നാൽ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ശക്തി സമാഹരിച്ച് വോട്ടുകൾ നേടിയതോടെ ഇവിടെ UDFൻ്റെ സാധ്യതകൾക്ക് കനത്ത തിരിച്ചടിയേൽക്കുകയും LDFൽ നിന്ന് CPMൻ്റെ പ്രതിനിധിയായി VP ശ്രീനിജൻ വിജയിച്ചു കയറുകയുമായിരുന്നു. എന്നാൽ നിലവിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥ ഇവിടെ UDFന് കൃത്യമായി ആനുകൂല്യവും മേൽക്കൈയും നൽകുന്നുണ്ട് എന്നതാണ് വസ്തുത. 2020 NDA മുന്നണിയുടെ ഭാഗമായതോടുകൂടി അവർക്കൊപ്പം നിലയുറപ്പിച്ചിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ കൂട്ടത്തോടെ UDF പാളയത്തിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ VP ശ്രീനിജൻ്റെ ധാർഷ്ട്യം നിറഞ്ഞ സമീപനത്തോട് കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിൽ ശക്തമായ ഒരു എതിർപ്പും നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ കൃത്യമായ പ്രതിഫലനം 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിഴലിച്ചിരുന്നു. അതിനാൽ തന്നെ ഇത്തവണ VP സജീന്ദ്രനെ വീണ്ടും ഒരിക്കൽ കൂടി കളത്തിലിറക്കിക്കൊണ്ട് കുന്നത്തുനാടും തിരികെ പിടിക്കാമെന്നുള്ള ആത്മവിശ്വാസവും പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഏറ്റവും ഒടുവിലായി LDF കഴിഞ്ഞ 2 വട്ടവും തുടർച്ചയായി വിജയിച്ചിട്ടുള്ള കോതമംഗലം നിയോജക മണ്ഡലത്തെ നാം വിലയിരുത്തി നോക്കുമ്പോൾ ഇവിടെ ശക്തമായ മത്സരമാണ് നടക്കുന്നത് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഈ മത്സരം പ്രവചനാതീതമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നേരിയൊരു മേൽക്കൈ LDFനുണ്ട് എന്ന് പോലും നാം പറയേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാൽ പോലും 2021-ലെ സാഹചര്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത്തവണ UDFന് വിജയിച്ചു കയറുവാനുള്ള എല്ലാ അനുകൂല ഘടകങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതും വസ്തുതയാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിട്ടുള്ള പ്രമുഖ വ്യവസായി ഷിബു തെക്കുംപുറം തന്നെയാണ് 2021-ലേതുപോലെ ഇത്തവണയും ഇവിടെ മത്സരത്തിനിറങ്ങുന്നത്. ഷിബു തെക്കുംപുറവും ആൻ്റണി ജോണും തമ്മിൽ മത്സരത്തിനിറങ്ങുമ്പോൾ ജനകീയതയിൽ ആൻ്റണി ജോൺ ഒരു പടിക്ക് മുന്നിൽ നിൽക്കുമ്പോഴും 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020-യുടെ സ്ഥാനാർത്ഥിയായി PJ ജോസഫിൻ്റെ മകളുടെ ഭർത്താവ് മത്സരിച്ചതിനാൽ തന്നെയാണ് ഷിബു തെക്കുംപുറം അന്നിവിടെ പരാജയപ്പെട്ടു പോയത്. നിലവിൽ അത്തരമൊരു സാഹചര്യം നിലനിൽക്കാത്തതിനാൽ ഷിബു തെക്കുംപുറത്തിന് UDFൻ്റെ വോട്ടുകൾ കൃത്യമായി സമാഹരിക്കുവാൻ കഴിഞ്ഞാൽ കോതമംഗലത്ത് നിന്ന് വിജയിച്ചു കയറുവാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയായിരിക്കണം പ്രതിപക്ഷ നേതാവ് ഇത്തരമൊരു അവകാശവാദം ഉന്നയിച്ചതിന് പിന്നിൽ. ഇനി മൂന്നാമതായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ള ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇടുക്കി ജില്ലയിലെ ആകെയുള്ള 5 സീറ്റുകളിൽ കഴിഞ്ഞ വട്ടം അതായത് 2021-ൽ UDFന് നേടാൻ കഴിഞ്ഞത് PJ ജോസഫ് വിജയിച്ചു കയറിയ തൊടുപുഴ മാത്രമായിരുന്നു.
എന്നാൽ ഇത്തവണ ജില്ലയിൽ പരിപൂർണമായിട്ടുള്ള ഒരു മാറ്റമുണ്ടാകുമെന്നുള്ള അവകാശവാദമാണ് പ്രതിപക്ഷ നേതാവ് പങ്കുവച്ചിട്ടുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ വോട്ടുകൾക്ക് മാത്രം സിറിയക് തോമസ് എന്ന UDF കോൺഗ്രസ് നേതാവ് പരാജയപ്പെട്ടു പോയിട്ടുള്ള പീരുമേട് മണ്ഡലം ഈ ഘട്ടത്തിൽ UDF തിരികെ പിടിക്കുമെന്ന് LDF വൃത്തങ്ങൾ പോലും സമ്മതിക്കുന്നുണ്ട്. അതുപോലെ 2016 MM മണി എന്ന കരുത്തനായ ഇടുക്കി ജില്ലയുടെ CPM നേതാവിന് ശക്തമായ വെല്ലുവിളി ഉയർത്തിയ സേനാപതി വേണു എന്ന പ്രാദേശിക കോൺഗ്രസ് നേതാവിനെ വീണ്ടും ഒരിക്കൽ കൂടി UDF 2026 കളത്തിലിറക്കുമ്പോൾ അവർക്ക് വലിയ വിജയപ്രതീക്ഷയാണുള്ളത് എന്നതും വസ്തുതയാണ്. അതുപോലെ ദേവികുളം നിയോജക മണ്ഡലത്തിൽ നിന്ന് CPMൻ്റെ മുൻ MLA ആയിരുന്ന S രാജേന്ദ്രൻ BJPയിലേക്ക് ചുവടുമാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആത്യന്തികമായി തങ്ങൾക്ക് ഗുണം ചെയ്യുന്നുള്ള ആത്മവിശ്വാസവും UDF കേന്ദ്രങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. തൊടുപുഴയെ സംബന്ധിച്ച് PJ ജോസഫ് മാറി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അബു ജോസഫ് കളത്തിലിറങ്ങുമ്പോൾ ഇവിടെ ജോസ് കെ മാണിയുടെ പ്രതിനിധിയായി LDF സ്ഥാനാർത്ഥിയായി കടുത്തുരുത്തിക്കാരനായിട്ടുള്ള സിറിയക് ചാഴികാടനാണ് മത്സരിക്കുന്നത്. സിറിയക്കിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ഗൗരവമായി കണക്കിലെടുക്കുവാൻ ഇടതുമുന്നണിയുടെ പ്രവർത്തകർക്കും നേതാക്കൾക്കും പോലും ഇതുവരെയും സാധിച്ചിട്ടില്ല. വരത്തനായ ഒരു സ്ഥാനാർത്ഥി എങ്ങനെ PJ ജോസഫിൻ്റെ മകനെതിരെ പിടിച്ചു നിൽക്കുമെന്ന ചോദ്യമാണ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതിനാൽ തൊടുപുഴയിലും വിജയം ഏറെക്കുറെ UDFന് ഉറപ്പാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി UDFന് ഏറ്റവും വെല്ലുവിളിയുള്ള മണ്ഡലമെന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ പേര് തന്നെയുള്ള നിയോജക മണ്ഡലമായിട്ടുള്ള ഇടുക്കിയാണ്. റോഷി അഗസ്റ്റിൻ എന്ന പിണറായി മന്ത്രിസഭയിലെ കേരള കോൺഗ്രസ് മന്ത്രി കൂടിയാണ് 25 വർഷക്കാലമായി ഇവിടുത്തെ സിറ്റിംഗ് MLA. ഇത്തവണ കോൺഗ്രസ് ഇവിടെ കളത്തിൽ ഇറക്കിയിരിക്കുന്നത് മുൻ DCC അധ്യക്ഷനും നിലവിൽ KPCC ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള റോയ് കെ പൗലോസിനെയാണ്. റോയ് കെ പൗലോസിന് പകരക്കാരനായി ജോയി വെട്ടിക്കുഴിയോ ബിജോ മാണിയോ കടന്നു വന്നിരുന്നെങ്കിൽ ഇവിടെ ശക്തമായ വിജയസാധ്യതയുണ്ടായിരുന്നു എന്ന വിലയിരുത്തൽ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് ഇപ്പോൾ തന്നെ ഉയർന്നു വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും റോഷിയോടിപ്പോൾ മണ്ഡലത്തിൽ ജനങ്ങൾക്കുള്ള അതൃപ്തിയും പിണറായി സർക്കാരിനുള്ള എതിർപ്പും റോയ് കെ പൗലോസിനെ വിജയിപ്പിക്കുമെന്നുള്ള ആത്മവിശ്വാസമായിരിക്കണം VD സതീശനെ ഇത്തരമൊരു അവകാശവാദത്തിന് പ്രേരിപ്പിച്ചത് എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഒടുവിലായി VD സതീശൻ സമ്പൂർണ്ണ വിജയം നേടും എന്നവകാശപ്പെട്ട ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിലും ഇടുക്കിയിലേതുപോലെ തന്നെ 5 നിയമസഭാ നിയോജക മണ്ഡലങ്ങളാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്ന് ഒരു സീറ്റ് പോലും വിജയിക്കുവാൻ UDFന് സാധിച്ചിരുന്നില്ല. എന്നാൽ നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പത്തനംതിട്ട ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളും വിജയിച്ചു കയറുമെന്നുള്ള ആത്മവിശ്വാസമാണ് VD സതീശൻ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ആറന്മുളയിൽ വീണ ജോർജിൻ്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേറ്റിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെമ്പാടും ആരാധകരുള്ള കോൺഗ്രസിൻ്റെ യുവനേതാവ് അബിൻ വർക്കി ഇവിടെ മത്സരത്തിനിറങ്ങുമ്പോൾ വീണ ജോർജിൻ്റെ പരാജയം ഈ ഘട്ടത്തിൽ തന്നെ ഏറെക്കുറെ ജനങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. രണ്ടാമതായി UDF ഏറ്റവും അധികം വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന പത്തനംതിട്ട ജില്ലയിലെ സീറ്റ് എന്ന് പറയുന്നത് റാന്നിയാണ്. സാമുദായിക സമവാക്യങ്ങളടക്കം കൃത്യമായി പാലിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലയിൽ UDF സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയാക്കുമ്പോൾ റാന്നിയിൽ UDFന് വേണ്ടി കളത്തിലിറങ്ങുന്നത് KPCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പഴകുളം മധുവാണ്. ഏറെക്കാലമായി റാന്നി നിയോജക മണ്ഡലം ഫോക്കസ് ചെയ്തു തന്നെയാണ് പഴകുളം മധുവിൻ്റെ പ്രവർത്തനം. കോൺഗ്രസിൻ്റെയും UDFൻ്റെയും വോട്ടുകൾ മുൻകാലങ്ങളിലേതുപോലെ ഇത്തവണ ഭിന്നിച്ചു പോകുവാനുള്ള സാഹചര്യം പഴകുളം മധുവിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കുന്നു എന്ന കൃത്യമായ വിലയിരുത്തലിലാണ് UDF പത്തനംതിട്ട ജില്ലയിലെ റാന്നി സീറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സിറ്റിംഗ് MLA ആയ പ്രമോദ് നാരായണന് അതിനാൽ തന്നെ ഇത്തവണ അടിപതറുമെന്നുള്ള ആത്മവിശ്വാസം കോൺഗ്രസ് കേന്ദ്രങ്ങളിലും UDF കേന്ദ്രങ്ങളിലും ശക്തമാണ് എന്നതുപോലെ തന്നെ പ്രമോദ് തോറ്റുപോകുവാനാണ് സാധ്യതയെന്ന് CPM വൃത്തങ്ങളിൽ പോലും അടക്കം പറച്ചിലുകളും ഉയർന്നു വരുന്നുണ്ട്. 25 വർഷക്കാലം CPMൻ്റെ കൈവശമിരുന്ന രാജു എബ്രഹാമിലൂടെ അവർ നിലനിർത്തിയിരുന്ന റാന്നി സീറ്റ് 2021 ജോസ് കെ മാണി വിഭാഗത്തിന് പിണറായി വിജയൻ വിട്ടു നൽകുകയായിരുന്നു. പ്രമോദ് നാരായണൻ നേരിയ വോട്ടുകൾക്കാണെങ്കിലും 2021 വിജയിച്ചു കയറിയ അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്ന് ഇടത് കേന്ദ്രങ്ങൾ പോലും പറയുമ്പോൾ റാന്നിയിലും കൃത്യമായ വിജയപ്രതീക്ഷയാണ് UDF വെച്ച് പുലർത്തുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. സംവരണ മണ്ഡലമായ അടൂർ MG കണ്ണൻ അഭിമാനകരമായ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് നേരിയ വോട്ടുകൾക്ക് 2021 പരാജയപ്പെട്ടു പോയ ഒരു നിയോജക മണ്ഡലമാണ്. എന്നാൽ ഇത്തവണ കരുത്തുള്ള സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് പ്രാദേശിക മുഖത്തെ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് യുവനേതാവിന് അവസരം നൽകിക്കൊണ്ട് UDF ഇവിടെയും കൃത്യമായ ഒരു പ്ലേസ്മെൻ്റാണ് നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല. CPIയിൽ നിന്ന് വനിതാ സ്ഥാനാർത്ഥി കളത്തിലിറങ്ങുമ്പോൾ അവർക്കെതിരെ നിരവധി അപവാദങ്ങളും ആരോപണങ്ങളും ഈ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വരുന്നുമുണ്ട്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിക്കുന്ന ജില്ലയിലെ ഏക സീറ്റ് എന്ന് പറയുന്നത് തിരുവല്ലയാണ്. പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനും UDFൻ്റെ നിയോജക മണ്ഡലം ചെയർമാനുമായിട്ടുള്ള വർഗീസ് മാമനാണ് ഇവിടെ സിറ്റിംഗ് MLA ആയിട്ടുള്ള ദീർഘകാലമായി മണ്ഡലം ഇടതുപക്ഷത്ത് ഉറപ്പിച്ചു നിർത്തുന്ന മാത്യു ടി തോമസിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ദീർഘകാലമായി നിയോജക മണ്ഡലത്തിൽ തുടരുന്ന മാത്യു ടി തോമസ് ജനപ്രതിനിധി എന്ന നിലയിൽ സമ്പൂർണ്ണ പരാജയമാണ് എന്നൊരു അഭിപ്രായം ഇവിടുത്തെ വോട്ടർമാർക്കിടയിൽ ശക്തമായി അലയടിക്കുന്നുണ്ട്.
വരുന്നുണ്ട്. അതുപോലെ തന്നെ സാമുദായിക സമവാക്യങ്ങളും ഇത്തവണ UDF സ്ഥാനാർത്ഥിക്കൊപ്പമാണെന്നുള്ള വിലയിരുത്തലുകളും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ തിരുവല്ലയുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇത്തവണ തിരുവല്ല UDF പാളയത്തിലേക്ക് എത്തുമെന്നുള്ള ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കുകളും UDFന് കൃത്യമായ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കേരളത്തിൽ ഏറ്റവും മികച്ച വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്തിട്ടുള്ള ജില്ലയും പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ജില്ലയിൽ UDFന് റിസ്ക്കുള്ള ഒരു സീറ്റ് എന്ന് പറയുന്നത് കോന്നിയാണ്. ദീർഘകാലം അടൂർ പ്രകാശ് പ്രതിനിധീകരിച്ച് ഈ നിയോജക മണ്ഡലം അദ്ദേഹം MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലും പിന്നീട് 2021 നടന്ന പൊതു തെരഞ്ഞെടുപ്പിലും UDFന് നഷ്ടമായിരുന്നു. ഇത്തവണ ഈ മണ്ഡലം തിരികെ പിടിക്കുമെന്നുള്ള ആത്മവിശ്വാസം UDF പ്രകടിപ്പിക്കുമ്പോഴും സിറ്റിംഗ് MLA ആയ CPMന്റെ യുവ നേതാവായ ജനീഷ് കുമാറിനെ പരാജയപ്പെടുത്തുവാൻ കഴിയുമോ എന്ന സംശയം രാഷ്ട്രീയ വൃത്തങ്ങൾ ശക്തമായി ഉയർത്തിക്കാട്ടുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ 5 സീറ്റുകളിൽ 4 സീറ്റുകളിൽ ഏറെക്കുറെ UDF വിജയം ഉറപ്പാണ് എന്ന് നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കും. പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ 40-ൽ 40 നേടുവാൻ കഴിഞ്ഞില്ല എങ്കിലും 40-ൽ 35 സീറ്റുകളെങ്കിലും ഈ അവസ്ഥയിൽ, ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ ഈ 4 ജില്ലകളിൽ നിന്നായി UDFന് ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നതാണ് വസ്തുത. അതായത് മലപ്പുറം ജില്ലയിലെ 16-ൽ 15 സീറ്റ് UDFന് പിടിക്കുവാൻ കഴിയും. എറണാകുളം ജില്ലയിലെ 14-ൽ 13 സീറ്റ് UDFന് ഏറെക്കുറെ ഉറപ്പാണ്. ഇടുക്കി ജില്ലയിലെ 5 സീറ്റുകളിൽ 3ഇടത്തും UDFൻ്റെ വിജയം ഉറപ്പാണ്. പത്തനംതിട്ട ജില്ലയിലെ 5 സീറ്റുകളിൽ 4ഇടത്തും UDFൻ്റെ വിജയം ഉറപ്പാണെന്നും നമുക്ക് പറയാം. ഈ രാഷ്ട്രീയ ചിന്തകളും പ്രതിപക്ഷ നേതാവിൻ്റെ അവകാശവാദങ്ങളും പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.